നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, പനിയും അസുഖങ്ങളൊന്നും കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി ചവനപ്രാശം മേടിച്ച് കഴിക്കണമെന്ന്. കാരണം ചവനപ്രാശം കഴിച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടും, അപ്പോൾ പനിയും അസുഖങ്ങളൊന്നും പിടിക്കില്ല എന്ന് നമ്മൾ പറയില്ലേ. അതുപോലെ തന്നെ സൈക്കോളജിയിലും ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ട്. അതിനെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. നേരത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നല്ലോ, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ ഡോക്ടറും കൂടെ പഠിച്ച് കൊണ്ടുവന്നൊരു കൺസെപ്റ്റാണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് സൈക്കോളജിയിൽ. ഒരു പനി വരുന്നത് ബാക്ടീരിയയും വൈറസും ഒക്കെ കാരണമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാത്തജൻ കാരണമാണെങ്കിൽ, സൈക്കോളജിയിൽ ഈ പാത്തജൻ ഇമോഷൻസ് ആണ്. നമുക്കൊക്കെ വരുന്ന ഓരോ ഇമോഷൻസിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഡിഫൻസ് മെക്കാനിസംസ് ആണ്. ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന സാധനം നമ്മുടെ റിയാലിറ്റീനെ ഒന്ന് മാറ്റുകയാണ്. ഈ ഡിഫൻസ് മെക്കാനിസം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെക്കാനിസം ദാറ്റ് ഐദർ ഡിനൈസ് അല്ലെങ്കിൽ ഡിസോർട്ട്സ് ദ റിയാലിറ്റി. ഇത് ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ നടക്കുന്നതാണ്. നമ്മൾ വിചാരിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യമൊന്നുമല്ല. അൺകോൺഷ്യസ്ലി ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. അപ്പൊ ഇപ്പൊ അൺകോൺഷ്യസ്ലി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതൊരു ഹാബിച്വൽ ആണ്. നമ്മൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും അത് അങ്ങനെ നടക്കും. അത് ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസംസ് ആണ് ഉള്ളത്. ഈ ഡിഫൻസ് മെക്കാനിസം ഉള്ള മൂലം നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനും, നമ്മുടെ മോട്ടീവ്സ് സാറ്റിസ്ഫൈ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യാൻ വരുമ്പോഴുള്ള കുറെ ചലഞ്ചസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയാണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന സംഭവം നമുക്കുള്ളത്. അപ്പൊ ആദ്യത്തത് പ്രൊജക്ഷൻ എന്ന് പറയുന്ന സാധനം, നമ്മളിപ്പോ സിനിമയൊക്കെ നമ്മൾ പ്രൊജക്ടർ ഇട്ട് കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പ്രൊജക്ഷനും അതുപോലെ തന്നെയാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വേറെ ആൾക്കാരിൽ കാണുന്നു. ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടില്ലേ, അവൻ അവന്റെ അപ്പനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അവൻ അവന്റെ അമ്മയെ പോലെ തന്നെയാണ്. അതാണ് പ്രൊജക്ഷൻ. അവര് പക്ഷെ അത് യൂസ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് സെൻസിലാണ്. കാരണം എന്താണ്, അവരുടെ കുറ്റങ്ങളും അവരുടെ കുറച്ചിലും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് അവർ വേറെ ആൾക്കാരിലേക്ക് പരിചാരുന്ന ഒരു ടെക്നീക്കായിട്ടാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം മെയിൻലി യൂസ് ചെയ്യുക. ഈ മൈ ബോസ് സിനിമ കണ്ടിട്ടില്ലേ, അതില് ബോസ് ദിലീപിനെ ഫയർ ചെയ്ത് തീരുമ്പോഴേക്കും പുള്ളിക്കാരൻ ദേഷ്യത്തിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോയി പുള്ളി ടോയ്ലറ്റിൽ കയറി ഒരു ബക്കറ്റ് തല്ലിപ്പൊട്ടിക്കുന്ന ഒരു സീനില്ലേ, അത് തന്നെയാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ. അവർക്കുള്ള ആ നെഗറ്റീവ് ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു അഗ്രഷൻ അവര് വേറെ ആരിലും കാണിക്കാതെ അവര് ചിലപ്പോ അതൊരു എന്താ പറയാ, പ്രത്യേകിച്ച് ഒന്നും റിയാക്ട് ചെയ്യാത്തൊരു ഹ്യൂമന്റെ അടുത്തോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ അടുത്തോ എന്തെങ്കിലും അവര് ആ ഒരു ഇമോഷൻ അവര് പോർട്രേ ചെയ്യും. നമ്മുടെയൊക്കെ അപ്പനമ്മമാര് പറയണ കേട്ടിട്ടില്ലേ, പണ്ടത്തൊക്കെ പടങ്ങളായിരുന്നു പടങ്ങൾ, അല്ലെങ്കിൽ പണ്ടത്തൊക്കെ പാട്ടുകളായിരുന്നു പാട്ടുകൾ എന്നൊക്കെ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് ഈ റെഗ്രഷന്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരാണ്. ഈ ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അവരുടെ പാസ്റ്റിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു ടൈം ട്രാവൽ ചെയ്ത് അവർക്ക് പഴയ കാലത്തിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പുതിയ ചലഞ്ചസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അവര് നേരെ മറിച്ച് പണ്ടത്തെ കാലമായിരുന്നു സ്വപ്ന കാലം, അന്ന് ഒന്നും ചെയ്യണ്ടായിരുന്നു, അന്ന് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ വലിയ വീരവാക്യം പറയുന്ന ആൾക്കാർ. ഈ റെപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാക്ക് പറയുന്നവർ തന്നെയാണ്. റെപ്രസ് ചെയ്ത് വെക്കുകയാണ്. നമുക്കുണ്ടായിരുന്ന ഓരോ ബാഡ് എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വം നമ്മൾ മറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും ഇതിന്റെയൊക്കെ ഇൻഫ്ലുവൻസസ് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വരും. ചിലപ്പോൾ ഡ്രീംസ് ആവട്ടെ, അല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ടങ് ആവട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ. ഇനി സബ്ലിമേഷൻ, നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് പോലെ തന്നെയാണ് ഈ സബ്ലിമേഷനും. പക്ഷെ കെമിസ്ട്രിയിലത്തെ സബ്ലിമേഷൻ അല്ല, സോളിഡ് ടു ഗ്യാസ് പോകുന്ന സബ്ലിമേഷൻ അല്ല. ഈ സബ്ലിമേഷനിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി അതിന്റെ ഒരു മോട്ടിവേഷൻ പിടിച്ച് പുള്ളിക്കാരൻ ജിമ്മിൽ പോയി ഭയങ്കര സൈസായി, അല്ലെങ്കിൽ ഭയങ്കര മസിൽസ് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ സബ്ലിമേഷൻ. അതൊരു പോസിറ്റീവ് ആയിട്ട് വരുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. ഇനി റാഷണലൈസേഷൻ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഒരു ടഫ് എക്സാം നടന്നു, നമുക്ക് നമ്മുടെ ആൻസർ ഷീറ്റ് കിട്ടി, നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്നത് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അമ്മ ക്ലാസ്സിൽ എല്ലാവരും പൊട്ടി, ഞാനും പൊട്ടി, എനിക്ക് മാത്രം നല്ല മാർക്ക് കിട്ടിയുള്ളൂ, പക്ഷെ എന്നാലും ഞാൻ പൊട്ടി ഇല്ലേ. അത് തന്നെയാണ് റാഷണലൈസേഷൻ. നല്ല റീസൺസ് വന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിനൈ ചെയ്യാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുറ്റമല്ല എന്നുള്ള വരുത്തി തീർക്കാൻ നോക്കുകയാണ്. ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നും പറയും, അത് ചീത്തയാണ്, അതുകൊണ്ട് എനിക്കത് വേണ്ട എന്ന് പറയുന്നത് ഈ റാഷണലൈസേഷന്റെ അണ്ടറിലാണ്. ചില ആൾക്കാരൊക്കെ കേട്ടിട്ടില്ലേ, ആകാശം ഇപ്പൊ പൊട്ടി വീഴുന്ന് പറഞ്ഞാൽ പോലും അവരുടെ ബിലീഫ്സും അവരുടെ വാല്യൂസും ഒന്നും അവർ മാറ്റില്ല. ഞാൻ പിടിച്ച മുയലിന് 10 കൊമ്പെന്ന് പറയണവരെ അവരെയാണ് ഈ ഡിനയൽ എന്ന് പറയാം. അവരുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കിയാലും അവരെന്തെങ്കിലും കാരണം കൊണ്ടുവന്ന് അവര് പറയുന്ന സത്യമാണെന്ന് അവര് വരുത്തി തീർക്കും. ഇനി ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ, ഇങ്ങനെ പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കുറെ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരൊരു പേഴ്സണാലിറ്റി, അവരുടെ തന്നെ പേഴ്സണാലിറ്റി
മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണ്. അവര് ഒന്നെങ്കിൽ സെലിബ്രിറ്റീസിനെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഇൻഫ്ലുവൻസ് ആവുന്ന പാർട്ടികളാണ്. ഇത് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരന്റ്സ് ആണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മളെ കണ്ട് വളരുന്ന നമ്മുടെ പാരന്റ്സിനാണെന്ന് പറയില്ലേ. ഈ ഡിഫൻസ് മെക്കാനിസം എക്സാക്ട്ലി ആയിട്ട് വരുന്നത് ഇതിൽ നിന്നാണ്. തന്നെ നിങ്ങളെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഡിഫൻസ് മെക്കാനിസം ഏതാണെന്ന്.